നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ സംഭവിച്ചെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചോദിച്ചാലും പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് നിഖിലേട്ടനെ ഇഷ്ടം, നിഖിലേട്ടനെ എന്നെ. ഇപ്പോഴും നീ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അതെ. ഈ വീടിന്റെ അഭിമാനവും അന്തസ്സുമാണ് നിങ്ങൾ കാരണം ഇല്ലാതായത്. നീ എന്താ ചിരിച്ചത്? അഭിമാനവും അന്തസ്സും കേട്ടിട്ട് ചിരിക്കാനാ തോന്നുന്നത്. നിനക്ക് എന്താ ഇത്ര പുച്ഛം? പുച്ഛമാണ്. അവിടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ ദർശനടുത്ത് കാണുന്നുണ്ടോ? എന്റെ അമ്മയെ, എന്റെ അമ്മയ്ക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്താ അതറിയോ? മരുവത്തൂരിലെ വിശ്വനാഥന്റെ സഹോദരിയാ. അതാണ് മേൽവിലാസം. പക്ഷെ സ്ഥാനം അതാണോ? ഇവിടുത്തെ അടുക്കളയില് കരിയും പുകയും ഏറ്റ് എരിഞ്ഞു തീരുന്ന ഒരു ജന്മം. അങ്ങനെ ജീവിച്ചു മരിക്കാനാ എന്റെ അമ്മയുടെ വിധി. പക്ഷേ എനിക്കതിന് മനസ്സില്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കണം, ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കണം. എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. അതെങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് അവരവരാ തീരുമാനിക്കുന്നെ. എന്റെ ജീവിതത്തിന്റെ അവകാശേ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുത്തിട്ടില്ല. മരുവത്തൂരിലെ ചോരയാ ഞാനും. ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? എന്താ സംശയം? നിഖിലേട്ടന് എന്നെ ഇഷ്ടം, എനിക്കും. മരുവത്തൂരിലെ അടുക്കളക്കാരിയായ ഗീതമ്മയുടെ മകളായിട്ടല്ല, മരുവത്തൂരിലെ വിശ്വനാഥന്റെ സഹോദരിയുടെ മകളായിട്ടാ എനിക്ക് ജീവിക്കേണ്ടേ. എല്ലാ അവകാശങ്ങളോടെയും അധികാരത്തോടെയും. നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചാ സംസാരിക്കുന്നത്. ഇവിടെ ആരും നിന്റെ അമ്മയെ ജോലിക്കാരിയാക്കിയിട്ടില്ല. പൂർണ്ണ മനസ്സോടെയാ ഗീതമ്മാമ്മ ജോലിയൊക്കെ ചെയ്യുന്നത്. ഏട്ടത്തി, അതെന്റെ അമ്മയാ. എന്നേക്കാൾ നന്നായിട്ട് അവരെ മറ്റാർക്കും അറിയത്തില്ല. എത്ര നാളായി നീയും നിഖിലും തമ്മിൽ ഇഷ്ടത്തിലായിട്ട്? ഈ ആദ്യരാത്രി സെറ്റപ്പ് ഫേക്ക് ആണെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. അതിന്റെ ഉദ്ദേശം ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ ധാരണകൾ തെറ്റിച്ചിട്ടുള്ളത് എന്റെ അമ്മ മാത്രം. നിഖിലേട്ടനും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കണം, നടന്നേ പറ്റൂ. നീ ഒന്ന് സമാധാനപ്പെട്. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇല്ലെങ്കിലേ ഞങ്ങൾ ഉണ്ടാക്കും. പിന്നെ ആരും ഞങ്ങൾ തറവാടിന് അപമാനം വരുത്തിയെന്നൊന്നും പറയരുത്. ശരി, ഞാൻ അമ്മയോടൊന്ന് ആലോചിക്കട്ടെ. വീണ പറയുന്നതൊക്കെ 100% ശരിയാണോ? അതോ നിഖിൽ ഡബിൾ ഗെയിം കളിക്കുകയാണോ? അപ്പൊ നിഖിലും ശ്രേയയും തമ്മിൽ എന്താ? ഏതാ ശരി? എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ കൃഷ്ണ, നീ ആള് കൊള്ളാം. പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ പാലിച്ചു. നിഖിലേട്ടനും എനിക്കും 2 തല്ല് കിട്ടിയാലും സാരമില്ല. ഇനിയെല്ലാം ഞാൻ വിചാരിച്ച പോലെ നടക്കില്ലേ? ഞാൻ എന്തിനാ നിന്റെ മുറിയിൽ വന്ന് കിടന്നേന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഞാനൊരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിരിക്കും. ഇന്നിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇനി ഞാൻ നേരിട്ട് കണ്ടതാ, എന്റെ ഈ ചെവി കൊണ്ട് കേട്ടതാ.
അവനും അവളും തമ്മില് ഈ ആദ്യ രാത്രിയുടെ കാര്യം സംസാരിക്കുന്നത്. അവൾ അവന്റെ മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്നു. അകത്തവൻ ഇയർഫോണും ചെവിയിൽ വെച്ച് മറ്റാരോടോ സംസാരിക്കുന്ന പോലെ ഇവളോട് സംസാരിക്കുന്നു. ആദ്യരാത്രി ആഘോഷിക്കാൻ നീലക്കര സാരി ഉടുത്തു വരണമെന്ന് പറയുന്നതൊക്കെ ഞാൻ എന്റെ ഈ ചെവി കൊണ്ട് കേട്ടതാ. രണ്ടിനെയും കൂടെ മുറിക്കകത്തിട്ട് പിടിക്കണമെന്ന് ഞാൻ അന്നേരെ തീരുമാനിച്ചു. ഇപ്പം മനസ്സിലായോ നിനക്ക് ഞാൻ ആരാണെന്ന്? എനിക്ക് നിന്നെയും സംശയം ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവൾ, അതല്ലെങ്കിൽ പുറത്തുനിന്നൊരുത്തി, അതും അല്ലെങ്കിൽ നീ. ആരെങ്കിലും ഒരാൾ ഇന്ന് രാത്രി ആ മുറിയിൽ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മ എന്തൊക്കെയാ പറയുന്നേ? നീ വെള്ളം കുടിക്കാനെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോ ഞാൻ ചിന്തിച്ചു അത് നീയാണെന്ന്. അതുകൊണ്ടാ ഞാൻ അന്നേരം നിന്നെ തടഞ്ഞത്. നീ വിചാരിച്ചോ ഞാൻ ഉറങ്ങിയെന്ന്? അത് നീയാണെങ്കി നിന്നെ തടയാൻ വേണ്ടി തന്നെയാ ഞാൻ ഇവിടെ ഈ മുറിയിൽ വന്ന് കിടന്നത്. മനസ്സിലായോ? നിന്റെ പെറ്റ തള്ളയാ ഞാൻ. നിന്റെ ഈ ഉടായിപ്പൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഞാൻ എന്ത് കാണിച്ചെന്ന് അമ്മ പറയുന്നത്? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ നീ എന്റെ മോളാണെന്ന് തെളിയിച്ചു. എന്തായാലും ആ വീണയുടെ കാര്യം ഇതോടെ തീർന്നു. രണ്ടും കൂടി ആദ്യ രാത്രി ആഘോഷിക്കാൻ പോയേക്കുന്നു. എല്ലാവർക്കും മുന്നിൽ പിടിച്ചു നിർത്തി അവനെയും അവളെയും തൊലി ഉരിച്ച് നാണം കെടുത്തിയപ്പോ ജയിച്ചത് ഞാനാടി. കുറച്ച് നാളായി ഈ വീട്ടിലെ ഗിരിജയെ എല്ലാവരും കൂടി ചവിട്ടി താഴ്ത്തിയിടാൻ തുടങ്ങിയിട്ട്. വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കൊട്ടാനുള്ള ഒരു ചെണ്ട മാത്രമായിരുന്നു ഞാൻ. ഇനി ആരും എന്റെ നേരെ കുരയ്ക്കാൻ വരില്ല. അല്ല, ഇനി എന്താ അമ്മയുടെ പ്ലാൻ? എന്തായാലും നാളെ രാവിലെ നിന്റെ അപ്പച്ചിയുടെ തീരുമാനം വരട്ടെ. അതിനുശേഷം എന്റെ പ്ലാനും പദ്ധതിയൊക്കെ ഞാൻ പറയാം. ഇനി അവളെ കെട്ടാൻ വേറെ ഏതെങ്കിലും ഒരു ചെക്കൻ വരുമോ? എന്റെ കണക്ക് കൂട്ടാൻ ശരിയാണെങ്കിൽ നിന്റെ അപ്പച്ചി അവനെ അവളുടെ തലയിൽ തന്നെ കെട്ടിവെച്ചു കൊടുക്കും. ഈ വീടിനകത്ത് ജീവിച്ചുകൊണ്ട് രണ്ടും കൂടി കാണിച്ച നെറികേടിന് മാപ്പ് കൊടുക്കാൻ പാടുള്ളതല്ല. എടി, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കല്യാണം കഴിയാതെ ആദ്യ രാത്രി ആഘോഷിക്കാൻ പോകുന്നത്?